ഇന്ന് ഞാൻ ഉണ്ടാക്കണത് രാവിലെ വെള്ളപ്പ ദോശയാണ്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പം ഒരു വെള്ളപ്പത്തിനുള്ള മാവേ ഉള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു 3 വെള്ളപ്പം വേണം. അപ്പോൾ അതിന് തികയില്ല. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി, ലൈറ്റിൻ്റെയാണ് ഞാൻ മേടിച്ചത് ഇപ്രാവശ്യം. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഈ അപ്പം ഇടിയപ്പ പൊടി ചേർത്തു. പൊടി ചേർത്തിട്ട് ഇളക്കി ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒഴിച്ച് ദോശ പോലെ ഇതാക്കിയിട്ട് ഉണ്ടാക്കി. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സവാള, പിന്നെ ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. അതും സാധാ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് അനുസരിച്ച്. എനിക്കിന്ന് അതൊക്കെ ചെയ്യാൻ മടിയായി. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്വാദാണ്. ഇത് വേണമെങ്കിൽ ചട്നി, പിന്നെ ഉരുളക്കിഴങ്ങ് കറി എല്ലാം കൊണ്ട് കൂട്ടിയിട്ട് കഴിച്ചാൽ സ്വാദാണ്. ഞാൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ദോശ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൽ പിന്നെ നെയ്യോ വെളിച്ചെണ്ണയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഉപയോഗിക്കാം. ഞാൻ എണ്ണയാണ് ഉപയോഗിച്ചത്. ദോശയ്ക്ക് സ്വാദ് അതാണല്ലോ കൂടുതൽ. അപ്പം ഞാൻ അതാണ് ഉപയോഗിച്ചത്. പിന്നെ ഇതിങ്ങനെ ദോശ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ എനിക്ക് മോളെ ഓർമ്മ വന്നു. കാരണം മോള് ചെറിയ കുട്ടിയാവുമ്പോൾ ഈ ദോശകളൊക്കെ ഞാൻ ആൽഫബറ്റ്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കും, ABCD. എന്നിട്ടിങ്ങനെ വെറുതെ പാട്ട് പാടും, ABCD അടിപിടി കൂടി. അപ്പോൾ അവൾ അടുത്തിരുന്ന് ചിരിച്ച് കഴിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ഈ കുക്കിംഗ് കൊണ്ട് നമുക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അവർക്ക് കൊച്ചു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ പാറ്റേണിലൊക്കെ അപ്പം, പിന്നെ ദോശ, ചപ്പാത്തി ഇതൊക്കെ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇഡലിയൊക്കെ. അപ്പം ഇതിലൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ. അപ്പം ശരി, എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കൂ. കഴിച്ച് നോക്കിയിട്ട് പറയുക. ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് ഓരോ രീതിയിലാണ്. അതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരും, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്ക് കഴിക്കണം. ഗുരുവായൂരപ്പനെ പൂജിച്ച്, ഞാൻ ഗുരുവായൂരപ്പൻ്റെ എനിക്ക് ഭഗവാനാണ് എൻ്റെ ദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട. അപ്പോൾ ഗുരുവായൂർ നോൺ വെജ് ഒന്നും കഴിക്കില്ലല്ലോ, ഭഗവാന് കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വീട്ടിലും നോൺ വെജ് ഒന്നും കഴിക്കില്ല, മുട്ട അടക്കമൊന്നും കഴിക്കില്ല. ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. അപ്പോൾ ഭഗവാനും പൂജിച്ച് ഞാൻ കഴിക്കും. അപ്പം ഇങ്ങനെയായിരിക്കും ദോശ മറിച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.